ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ സീരീസ് ഓഫ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണ്. കുറച്ച് എപ്പിസോഡ് അടങ്ങുന്ന ഒരു വീഡിയോ സീരീസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു പി സി ബിൽഡ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു പി സി ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് കുറച്ച് കോഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം എനിക്കറിയാവുന്ന ഫ്രണ്ട്സൊക്കെ തന്നെയാണ് വിളിക്കാറുള്ളത്. അപ്പോൾ അവർ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഒരു ലാപ്ടോപ്പ് എടുക്കണം, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ മാക്സിമം പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമാണ്. എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. ഫോൺസ് ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും എന്താണെങ്കിലും. അതുപോലെ തന്നെ നമ്മൾ അത് ഫ്രണ്ട്സിനല്ലേ കൂടുതൽ എന്നെ വിളിക്കാറുള്ളത്. അപ്പോൾ അല്ലാത്തുള്ള ആൾക്കാർക്കും ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് അറിവ് വേണ്ടേ. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ല ഇന്ന ലാപ്ടോപ്പ് ബെസ്റ്റ് എന്ന് മാത്രമല്ല, ഇന്ന കാര്യങ്ങളോട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അവർക്കിനി വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാലോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലാപ്ടോപ്പ് മാത്രമല്ല കവർ ചെയ്യാൻ പോകുന്നത്, കുറച്ച് പി സി ബിൽഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പം അസംബിൾ ചെയ്തെടുക്കുന്ന പി സി ബിൽഡിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ട് പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം വീഡിയോ ഞാൻ മാക്സിമം വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാനാണ് പുറത്തോട്ട് വന്നത്. അപ്പോൾ പുക അടിച്ചു വരുന്നുണ്ട്. എനിക്ക് എന്ത് വേണമെന്ന് അറിയാൻ പറ്റും. പക്ഷെ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പോയിന്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ആ ഒരു ഫ്ലോ അങ്ങ് പോയി പെട്ടത്. അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സ് മെയിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഒരു ഓർഡർ മിസ്സാവാതിരിക്കാനാണ് പോയിന്റ്സിന്റെ. കാരണം സ്ക്രിപ്റ്റ് അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഫ്ലോയിൽ പറഞ്ഞിങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം ആ ഓർഡർ മിസ്സായി പോകും. അത് മിസ്സാവാതിരിക്കാനാണ് പെട്ടെന്ന് തൊട്ടടുത്ത് കാണാവുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പി സി ബിൽഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് വർത്താണോ ഇന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓരോ ബഡ്ജറ്റിലും ഉള്ള ഒരു പി സി ബിൽഡ് സജഷൻസ് ആണ്. അപ്പോൾ ഇന്നൊരു കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന ബഡ്ജറ്റ് ഉള്ള ഒരാൾക്കാർക്ക് എന്തൊക്കെ മാക്സിമം നല്ല രീതിയിൽ ചൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ആ സജഷൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അത് തന്നെ ബിൽഡ് ചെയ്യണമെന്നല്ല. ഞാൻ ഈ ഒരു വീഡിയോ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അത് കുറച്ചുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ബിൽഡുകൾ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ നിങ്ങൾക്ക് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ കൂടുന്നതോറും നമുക്ക് കുറച്ച് അടിപൊളി വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്തോറും നമുക്ക് കിട്ടുന്ന കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ കണ്ടന്റ് അല്ല, വേറെ കുറച്ച് കണ്ടന്റുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹെവി ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. സോ അത് വിടാം, നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു പി സി നിങ്ങൾ മേടിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളെ മെയിനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്? ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ യൂസ് എന്തുവാണെന്ന് മെയിനായിട്ട് കാര്യം പോയിന്റ് ഞാൻ മനസ്സിൽ ഓർക്കും. അതേപോലെ തന്നെ എനിക്ക് ഉള്ള ബഡ്ജറ്റ് എത്ര ആണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർക്കും. ഇത് രണ്ടുമാണ് ഫസ്റ്റ് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു വന്നത് പറയാം. നിങ്ങളൊരു വീട്ടിലോട്ട് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വരുന്ന യൂസ് എന്താണെന്നുള്ളത് നോക്കുക. വീട്ടിൽ വരുന്ന യൂസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുള്ള വീടാണെങ്കിൽ, ഇപ്പം പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കുള്ളൊരു യൂസിനുള്ള പി സി ആയിരിക്കണം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 7 8 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണുള്ളതെങ്കിൽ അവർക്കൊരു പ്ലസ് ടു വരെ പഠിക്കാനുള്ളൊരു പി സി. അപ്പോൾ അതിന് ആ ഒരു മാന്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് വേണം. അവർക്ക് പല രീതിയിലുള്ള യൂസ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് സെമിനാർസ് നമുക്കിപ്പോൾ ഓൺലൈനിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാമല്ലോ വിത്ത് ഹെൽപ്പ് ഓഫ് AI. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ തന്നെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പഠിക്കാൻ പറ്റണം. പിന്നെ ഉള്ള കാര്യം, നിങ്ങൾ വീട്ടിൽ പാരൻസ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ അവർക്ക് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ ചെയ്തു തീർക്കാൻ പറ്റണം. ഇതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യണം. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻസ്ഡ് വർക്കുകളൊക്കെ നടക്കണം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇപ്പോൾ റീൽസൊക്കെ ഇഷ്ടംപോലെ വരുന്നില്ലേ. അപ്പോൾ റീൽസൊക്കെ ചെറിയ രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം. ബേസിക് എഡിറ്റേഴ്സിനകത്തൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യണം. ആ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ. എല്ലാവർക്കും ഫോണിൽ ചെയ്യുന്നത് വലിയ താല്പര്യം കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കമ്പ്യൂട്ടറിൽ ഇട്ട് കുറച്ചുകൂടെ വലിയ സ്ക്രീനിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സ്പെസിഫിക്കേഷൻ അതിനകത്ത് വേണം. എങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഒരു ബഡ്ജറ്റ്, നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന് വെച്ചാൽ 30,000 to 35,000 റുപ്പീസാണ്. അതിനകത്ത് നിൽക്കുകയും വേണം. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഒരു പി സി ചൂസ് ചെയ്യാം, അത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അതേപോലെ തന്നെ നമുക്ക്
ഒരു അടുത്ത എപ്പിസോഡിൽ വരുന്ന ഒരു PC ബിൽഡ്, ആ ഒരു PC ബിൽഡാണ്. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ ആ ഒരു PC ബിൽഡിനകത്ത് മോണിറ്റർ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. മോണിറ്റർ, കീബോർഡ്, മൗസ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഒരു കാര്യം മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, UPS നമ്മൾ മാറ്റി വെച്ചേക്കുവാണ്. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അത്യാവശ്യം ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ UPS എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ UPS കൊണ്ട് പ്രത്യേകം ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് UPS ബാക്കപ്പ് കിട്ടും. അതിൽ കൂടുതൽ ബാക്കപ്പ് കിട്ടും എന്നൊക്കെ കമ്പനി പറയും. എങ്കിലും നമ്മളൊരു 15 മിനിറ്റ് മനസ്സിൽ കണ്ടാൽ മതി. നമ്മുടെ ഒരു കറണ്ട് പെട്ടെന്ന് പോയി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നമുക്ക് സേവ് ചെയ്തിട്ട് ഒരു പവർ ഓഫ് ചെയ്യണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിന് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. നിങ്ങൾ ലോക്കലായിട്ട് പുറത്തുനിന്ന് ഏതെങ്കിലും ഒക്കെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല പ്രൈസ് ഡ്രോപ്പിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. പിന്നെ ഫസ്റ്റ് ഈ ഒരു 2 പോയിന്റുകളും ശ്രദ്ധിക്കുക, ബഡ്ജറ്റും നമ്മുടെ യൂസ് കേസ് എന്താണെന്നുള്ളതും. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മദർ ബോർഡ് അല്ല, പ്രൊസസ്സർ തന്നെ പല കാറ്റഗറി ഓഫ് പ്രൊസസ്സറും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും, കാരണം ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചാണ്, പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ അത് കുറച്ചും കൂടെ ലെങ്ത് കുറച്ചും കൂടെ പുറത്തൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മറ്റേ റൂമിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ, നമ്മുടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോയുടെ ഔട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ വീഡിയോ പുറത്ത് കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യുന്നത്. പ്രൊസസ്സർ ചൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇന്റലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്റൽ i3, i5, i7, i9 ഉണ്ട്. പിന്നെ അതിൽ താഴെ പെന്റിയം സീരീസ് ഉണ്ട്. അങ്ങനെ സീരീസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്പർ സീരീസ് AMDക്കകത്ത് നമുക്ക് അവൈലബിൾ ആണ്. AMDക്കകത്ത് Ryzen 3 ഉണ്ട്, Ryzen 5 ഉണ്ട്, Ryzen 7 ഉണ്ട്, Ryzen 9 ഉണ്ട്. അപ്പോൾ ആ ഒരു സീരീസിനകത്ത് തന്നെ ഇപ്പം i3 എടുക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് പല നമ്പർ സീരീസ് ഉണ്ട്. F ഉണ്ട്, KF ഉണ്ട്, KA ഉണ്ട്, പിന്നെ H സീരീസ് ഉണ്ട്. അങ്ങനെ പോകും. അപ്പോൾ ഇത് ഇങ്ങനെ i3കകത്തും ഉണ്ട്, i5നകത്തുണ്ട്, i7നകത്തുണ്ട്, i9നകത്തുണ്ട്, Ryzen 3കകത്തുണ്ട്, Ryzen 5നകത്തുണ്ട്, 7നകത്തുണ്ട്, 9നകത്തുണ്ട്. ഇങ്ങനെ പോകും. അത് ഡീപ്പായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല, കാരണം അതിന്റെ ആവശ്യമില്ല. നമ്മൾ തൽക്കാലം പറയുന്നതിനകത്ത് പ്രൊസസ്സറിന്റെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ ബഡ്ജറ്റിൽ ഓരോ പ്രൊസസ്സറിനും ഓരോ ബഡ്ജറ്റ് ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രൊസസ്സറിന്റെ ജനറേഷൻ. ഇപ്പൊ നിലവിൽ ഇന്റലിന്റെ എടുക്കുകയാണെങ്കിൽ i3യിലാണെങ്കിലും i5ലാണെങ്കിലും 13th ജനറേഷനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് i5 വരെ പറയാൻ കാരണം ബാക്കിയുള്ളതിന് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇന്റലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ 13th ആണ്. അപ്പോൾ നമ്മൾ i3 അല്ലാതെ പെന്റിയത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ജനറേഷൻ വൈസ് വരുന്നുണ്ട്. അത് നമ്മൾ PC ബിൽഡ് സജഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടൈമിൽ പറയാം ഡീപ്പായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജനറേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അത് ശ്രദ്ധിക്കണം. പിന്നെ പ്രൊസസ്സർ ടൈപ്പ് ശ്രദ്ധിക്കണം. ചിലതിനകത്ത് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരും, ചിലതിനകത്ത് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരത്തില്ല, ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ AMDയുടെ പ്രൊസസ്സേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് AMDയുടെ റേഡിയോൺ ഗ്രാഫിക്സ് ഇൻബിൽഡ് വരുന്നുണ്ട്. ചില പ്രൊസസ്സേഴ്സിനകത്ത് അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ് റേഡിയോൺ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത്യാവശ്യം പെർഫോമൻസ് നമുക്ക് കിട്ടും. നമ്മുടെ ഡേ ടു ഡേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് വേണ്ടുന്ന അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള. അപ്പോൾ അതിനുശേഷം നമ്മൾ പറയേണ്ട മദർ ബോർഡ് എടുക്കുന്ന ടൈമിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ വെയിലായിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും എന്നുള്ള കാര്യം അറിഞ്ഞൂടെ. കുറച്ചുകൂടെ ബാക്കിലോട്ടിരിക്കാം, വെയിൽ മുഖത്തടിക്കാത്ത രീതിയിൽ. അപ്പോൾ മദർ ബോർഡ് എടുക്കുന്ന ടൈമിൽ നമ്മൾ പുതിയ അപ്ഗ്രേഡ് ചെയ്യാവുന്ന രീതിയിലുള്ള മദർ ബോർഡ്സ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. കാരണം ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള നമ്മൾ കണക്ടിവിറ്റി ഓപ്ഷൻസ് ആണെങ്കിലും അതല്ല, നിങ്ങളിപ്പോൾ ഒരു 13th ജനറേഷനാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളൊരു 11th ജനറേഷൻ പ്രൊസസ്സറാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പക്ഷെ നിങ്ങൾ അപ് ടു 13th ജനറേഷൻ വരെ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് i5 13th ജനറേഷൻ അല്ലെങ്കിൽ 12th ജനറേഷൻ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. നിലവിൽ നിങ്ങളുടെ കയ്യിൽ i3 ആണ് ഉദ്ദേശിക്കുന്നത്, അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആ ടൈമിൽ i5നൊക്കെ നല്ല ചീപ്പ് റേറ്റ് ആയിരിക്കും. നിങ്ങൾ ഇപ്പം നിലവിൽ i3 എടുക്കുന്ന റേറ്റിൽ അല്ലെ അതിലും കുറഞ്ഞ ചിലപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് i5 12th ജനറേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 13th ജനറേഷൻ 2 വർഷം കഴിഞ്ഞിട്ടാണ്. അന്നേരത്തേക്ക് ചിലപ്പം 15th ജനറേഷനൊക്കെ റണ്ണിങ് ആയിരിക്കും ആ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള പിന്നെ കണക്ടിവിറ്റി ഓപ്ഷൻസ്, പോർട്ടുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ, പിന്നെ നമുക്ക് സ്റ്റോറേജ് പോർട്ടുകളൊക്കെ വരുന്നുണ്ടോ, മെമ്മറി ഫ്രീക്വൻസി എത്ര വരെ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡാണ്, നമ്മുടെ പ്രൊസസ്സറിന്റെ സപ്പോർട്ടും കൂടെ നോക്കണം. കാരണം പ്രൊസസ്സർ എത്ര വരെ മെമ്മറി ഫ്രീക്വൻസി സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം കൂടെ. പിന്നെ നമ്മുടെ ബോർഡിനകത്ത് നമുക്ക് എത്ര വരെ റാം അപ്ഗ്രേഡേഷൻ മെമ്മറി ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം. ഇപ്പൊ ചില റാമിനകത്ത് 64 GB വരെ ആയിരിക്കും മാക്സിമം മെമ്മറി കപ്പാസിറ്റി വരുന്നത്, ചില ബോർഡിനകത്ത് 128 GB ആയിരിക്കും. അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റാം വേരിയന്റ്. ഇപ്പോൾ റാമിനകത്ത് തന്നെ പല വേരിയൻസ് വരുന്നുണ്ട്. DDR4 വരുന്നുണ്ട്, DDR5 വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് വെർഷൻ ഇൻഫിനിക്സിന്റെ അൾട്ര എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പിനകത്ത്, അൾട്ര ബുക്കിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് 5X എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് DDR5 വരെ സംസാരിക്കുക. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് പല മെമ്മറി ഫ്രീക്വൻസി വരുന്നുണ്ട്.
200 ഫ്രീക്വൻസി വരുന്നുണ്ട്. അതും കൂടിയ ഫ്രീക്വൻസികളും വരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര വരെ ഫ്രീക്വൻസി ഉള്ളത് നിങ്ങളുടെ ബോർഡോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊസസ്സറോ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. മാക്സിമം DDR5 സപ്പോർട്ട് ചെയ്യുന്ന എടുക്കാൻ ശ്രമിക്കുക. കാരണം DDR4 സപ്പോർട്ട് ചെയ്യുന്ന ബോർഡും DDR5 സപ്പോർട്ട് ചെയ്യുന്ന ബോർഡും തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ വരത്തുള്ളൂ. പക്ഷെ അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര വർത്തായിരിക്കും. കാരണം റാമിന്റെ ഫ്രീക്വൻസി, ആ ഒരു സ്പീഡും അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് റാം വേരിയന്റ് ഉപയോഗിക്കുന്നതെങ്കിൽ DDR4നെയും കാട്ടി ചിലപ്പോൾ 4-5 മടങ്ങ് ഫാസ്റ്റ് ആയിരിക്കും DDR5 റാം വേരിയന്റ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റോറേജ് വേരിയന്റ് നോക്കുക. സ്റ്റോറേജ് എടുക്കുന്ന ടൈമിൽ നമ്മൾ ഹാർഡ് ഡിസ്ക് പാടെ ഒഴിവാക്കി. കാരണം ഹാർഡ് ഡിസ്കിനെ കുറിച്ച് സംസാരമേ വേണ്ട. ഹാർഡ് ഡിസ്ക് എനിക്ക് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ നമ്മൾ OS ഒക്കെ ഹാർഡ് ഡിസ്കിനകത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ SSD ആണ്. SSDക്കകത്ത് തന്നെ നമുക്ക് 2-3 ടൈപ്പ് ഒക്കെ വരുന്നുണ്ടെന്ന് പറയാം. കാരണം SATA SSD വരുന്നുണ്ട്. SATA SSD ഇപ്പോൾ കുറച്ച് നാൾ മുമ്പേ ഇറങ്ങിയതാണ്. അത് തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിനെ കാട്ടി 4 to 5 ടൈംസ് ഫാസ്റ്റർ ആണ്. അതുപോലെ തന്നെ M.2 SSD വരുന്നുണ്ട്, NVMe SSD. അപ്പോൾ അത് നമ്മുടെ നോർമൽ SATA SSDയും കാട്ടി ഒരു ഏറ്റവും കുറഞ്ഞത് 5 ടൈംസ് ഫാസ്റ്റർ ആണ്. നമുക്കൊരു 5 GB/s വരെ സ്പീഡ് അത് മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഒരു M.2 SSD നിങ്ങൾക്ക് 5 GB/s സ്പീഡ് കിട്ടുന്നില്ലെന്ന് പറയരുത്. അത് മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡാണ്. നമ്മളിപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ എടുക്കുമ്പോൾ 180 എടുക്കുന്ന ടൈമിൽ പ്രോയ്ക്കകത്ത് 180 വരെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് കമ്പനി പറയും. പക്ഷെ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് വെച്ചാൽ 150 അല്ലെങ്കിൽ 140 ഒക്കെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കാര്യം പറയുന്നത്. സ്പീഡ് അത്ര വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ചില ടെസ്റ്റിംഗ് കണ്ടീഷൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആവറേജ് 2.5-3 GB/s ഒക്കെ സ്പീഡ് കിട്ടാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് വെച്ചാൽ അതിനകത്തും PC Gen 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ അതിൽ താഴോട്ടുള്ളതും ഉണ്ട്. നമ്മളൊരു PC ബിൽഡ് ചെയ്യാൻ ചെല്ലുന്ന ടൈമിൽ നിങ്ങൾ ജനറേഷൻ 4 അല്ലെങ്കിൽ 5 വേണമെന്ന് പറഞ്ഞ് മേടിക്കുക. കാരണം അതിന് താഴെയുള്ള ജനറേഷൻ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ അതാണോ ഇല്ലയോ എന്നുള്ള കാര്യം. നിങ്ങളത് അങ്ങോട്ട് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇവന് എന്തെങ്കിലുമൊക്കെ അറിയാം ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ അത് തന്നെ ഇട്ട് കൊടുക്കണം. കാരണം ചെറിയൊരു പ്രൈസ് ഡിഫറൻസേ കാണത്തുള്ളൂ. ചിലപ്പോൾ അവരത് കുറച്ച് കഴിയുമ്പം ചിലപ്പോൾ നമുക്ക് PC Gen 4ന്റെ പ്രൈസ് ആയിരിക്കും ചിലപ്പോൾ Gen 3യുടെ ഇന്ന് മേടിക്കുന്നത്, 3 ഇട്ടിട്ട് മേടിക്കുന്നത്. അതൊന്നും ചിലടത്ത് അറിയാത്ത ആൾക്കാർ ചെല്ലുന്ന ടൈമിൽ അങ്ങനെ സംഭവിക്കൂന്നല്ല ഞാൻ പറയുന്നത്, സംഭവിക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് സംസാരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് സുഖമായിട്ട് PC ബിൽഡ് ചെയ്തുകൊണ്ട് വീട്ടിൽ വരാമല്ലോ. നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഫോർ മണി എന്ന പ്രൊപ്പോസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ. സോ സ്റ്റോറേജിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്റ്റോറേജ് കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇനി ശ്രദ്ധിക്കേണ്ട. ഈ ഒരു 4 കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പർച്ചേസ് ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോ കുറേ നേരമായിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ വെയിലൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ വെയിലൊന്നും ഇല്ലായിരുന്നു. കാരണം ഇനി വീഡിയോ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ച് ഷൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെയിലടിച്ച് വീഡിയോയ്ക്കകത്ത് ഭയങ്കര മോശമായിട്ടായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. അടുത്തായിട്ട് സംസാരിക്കുന്നത് SMPS ചൂസ് ചെയ്യണമല്ലോ. SMPS നിങ്ങളൊരു 400 wattsന്റെ എന്തായാലും എടുക്കണം. കാരണം നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും അപ്ഗ്രേഡേഷൻ വരുമ്പോൾ ചിലപ്പം മൊത്തത്തിലുള്ള വോൾട്ടേജ് ഔട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് എടുത്ത് വെക്കുക. അത് ചെറിയ വിലയെ വരത്തുള്ളൂ. ഇപ്പൊ എനിക്ക് കിട്ടുന്ന പ്രൈസ് അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. അത് നമ്മൾ PC ബിൽഡ് സജഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പിന്നെ മോണിറ്റർ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമ്മളൊരു IPS മോണിറ്ററോ VA പാനലുള്ള പാനൽ നോക്കിയെടുക്കണം മോണിറ്റർ എടുക്കുന്ന ടൈമിൽ. ഞാൻ കൂടുതലും IPS മോണിറ്റർ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം നല്ല കളർ ഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും IPS. കുറച്ചുകൂടെ കളർ ആക്യുറസി കീപ്പ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് IPS. അതുപോലെ തന്നെ നമുക്ക് വൈഡ് ആയിട്ടുള്ള വ്യൂയിങ് ആംഗിൾ കിട്ടും IPS ആണെങ്കിൽ. പിന്നെ മോണിറ്റർ, നമ്മൾ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ എടുക്കുന്ന ടൈമിൽ വൈഡ് ആംഗിൾ വ്യൂയിങ് ആംഗിൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം TV ഒക്കെ എടുക്കുന്ന ടൈമിൽ നോക്കിയാൽ മതി അത്. പിന്നെ VA പാനലും അത്യാവശ്യം കൊള്ളാം. VA പാനലിനകത്ത് ബ്ലാക്കുകൾ നല്ല അടിപൊളിയായിട്ട് എറിച്ച് നിൽക്കും, ബ്ലാക്ക് കളർ. അപ്പം IPSനകത്ത് ബ്ലാക്ക് എത്രത്തോളം എറിച്ച് നിൽക്കത്തില്ല. ബാക്കി കളേഴ്സ് എല്ലാം നല്ല കളർഫുൾ ആയിട്ട് എറിച്ച് നിൽക്കും. അങ്ങനെയുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ VA പാനലിന്റെ വ്യൂയിങ് ആംഗിൾ കുറവായിരിക്കും. അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മോണിറ്റർ നമ്മൾ ഫേസ് ടു ഫേസിൽ ഉപയോഗിക്കത്തുള്ളൂ കൂടുതലും. സിനിമ കാണാൻ കുറച്ച് പേരല്ലേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ മോണിറ്റർ എടുക്കുന്ന ടൈമിൽ ഏറ്റവും കുറഞ്ഞ ഒരു 22 ഇഞ്ചിന്റെ അല്ലെങ്കിൽ 24 ഇഞ്ച് എടുക്കാൻ ശ്രമിക്കുക. അതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്കത് മാറ്റം വരുത്താം. പിന്നെ ഹൈ റിഫ്രഷ് റേറ്റ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മോണിറ്റർ എടുക്കുമ്പോൾ ഒരു 7 to 8,000 ആ റേഞ്ച് വരും. അപ്പോൾ ആ ഒരു ടൈമിൽ 75 Hz കൂടെ സപ്പോർട്ട് ചെയ്യുന്ന മോണിറ്റർ ആണെങ്കിൽ അടിപൊളിയല്ലയോ. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ എടുക്കുക. ആ ഒരു ഓപ്ഷൻ ആ ഒരു റേറ്റിന് കിട്ടുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അത് വിട്ട് കളയാതിരിക്കുക.
അപ്പം അതിനുശേഷം നോക്കേണ്ടത് SMPC ഞാൻ പറഞ്ഞു. പിന്നെ ക്യാബിൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ 6GB ക്യാബിൻ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. പിന്നെ കുറച്ച് എയർ ഇൻടേക്കും എയർ ഇൻ ഔട്ടും ഒക്കെ വരുന്ന രീതിയിലുള്ള ക്യാബിൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. കാരണം ആ ഒരു ഹീറ്റിംഗ് നമുക്ക് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, ഫുൾ അടഞ്ഞിരിക്കാത്ത ക്യാബിൻ നോക്കുവാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് സംസാരിക്കാനുള്ളത്. ഈ ഒരു വീഡിയോ എനിക്ക് അരമണിക്കൂറിനുള്ളിൽ നിർത്തണമെന്നാണ്, കാരണം ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ അരമണിക്കൂർ കൂടുതലായിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോസിനകത്ത് നമ്മൾ PC ബിൽഡ് സജഷൻസ് ആണ് ചെയ്യുന്നത്. അത് ചിലപ്പം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ തൊട്ടോ വന്ന് തുടങ്ങും. അത് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു PC ബിൽഡ് സജഷൻസ് ആണ്. ഇനി അങ്ങോട്ട് റിയൽ PC ബിൽഡുകൾ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അത് നമുക്ക് ചെയ്യാം, നമ്മുടെ ചാനലിൽ വളരും തോറും ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം. സോ അടുത്തൊരു ഗ്രില്ലും വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.